ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടിയ ഒരേ ഒരു ബിസിനസ്സാ ഇത്. ഇത് കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് വരുന്നുണ്ടോ നിങ്ങള്? എന്നെ പോലെ ഒരുത്തി ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ ഒരു നെഗറ്റീവ് എനർജി ഏശില്ല. മക്കള് ധൈര്യമായിട്ട് വാ. ചേച്ചി ഇങ്ങനെ പേടിക്കാതെ, ഞങ്ങള് രണ്ടുപേരും കൂടെ ഇല്ലേ? നിങ്ങൾ രണ്ടുപേരും മനുഷ്യരല്ലേ? മനുഷ്യർക്ക് പ്രേതത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്നാ തിരിച്ച് മനുഷ്യരൊന്നും ചെയ്യാൻ പ്രേതത്തിനും പറ്റത്തില്ല. ചേച്ചി ഒന്ന് വന്നേ. വാ ചേച്ചി, എവിടെയാ ഞങ്ങൾക്കുള്ള റൂം? ആ സാറ് വിളിച്ച് 2 മുറിയാ ബുക്ക് ചെയ്തത്. അയ്യോ വേണ്ട, ഞങ്ങൾ ഒരു മുറി കിടന്നോളാം. അല്ലേലും 2ാമത്തെ മുറി നിങ്ങൾക്കുള്ളതല്ല, അത് അങ്ങേർക്കുള്ളതാ, നിങ്ങളുടെ സാറിന്. അല്ല, അപ്പൊ സാറ് ഇവിടെ തന്നെയാണ് താമസിക്കുന്നേ? ആ, അങ്ങനെയാ പറഞ്ഞത്. ആ, നിങ്ങളിതേ ആ ഇടനാഴിക്ക് അറ്റത്തുള്ള മുറി എടുത്തോ. പൊന്നമ്മൾ ചേച്ചി, നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, ഒരു ഫാമിലിയുടെ ആത്മഹത്യ കഥ, അതേത് മുറിയിലാ? ആ മുറിയിൽ തന്നെയാ നിങ്ങൾ താമസിക്കാൻ പോകുന്നത്. 3 ആൾക്ക് താമസിക്കാൻ വലിപ്പത്തിലുള്ള മുറിയാ അത്. പേടിക്കാനൊന്നും ഇല്ലെന്നേ, നിങ്ങൾ ചെന്നാട്ടെ. അയ്യോ, ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ആ റൂം വേണ്ട. വലിപ്പം ഇച്ചിരി കുറഞ്ഞാലും സാരില്ല, വേറെ റൂം മതി. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ പേടിക്കാതെ. നമ്മള് 3 പേരില്ലേ, നമുക്ക് ആ റൂം തന്നെ മതി. ആ അതെ, നമുക്ക് പ്രേതങ്ങളുമായിട്ട് കമ്പനി ആയിട്ടങ്ങ് കൂടാം. നീക്ക് എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കാനോ അത് ട്രെയിനിങ്ങിനോ? താമസിക്കാൻ വേറെ എങ്ങും കിട്ടാത്ത പോലെ ഒരു പ്രേത കോട്ടയും. നാശം. ദേ, എന്റെ ഹോം സ്റ്റേ പ്രേതക്കോട്ടെന്നൊന്നും വിളിച്ചേക്കരുത്. ഇതിനൊരു പേരുണ്ട്, അമ്പിളീസ് കോട്ടേജ്. അങ്ങനെ പറഞ്ഞാ മതി. ഓ ദേ, ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിലേ 2നെയും ട്രെയിനിങ് അവസാനിപ്പിച്ച് ഈ നിമിഷം ഞാൻ തിരിച്ചു കൊണ്ടുപോകും. പറഞ്ഞേക്കാം. ശരി, നമുക്ക് ആ റൂം വേണ്ട ചേച്ചി, വേറൊരു റൂം ഇതാ. എന്നാ പിന്നെ നിങ്ങളിതേ ദാ ഈ മുറി എടുത്തോ. ആ, പിന്നൊരു കാര്യം, സന്ധ്യയായ തനിച്ച് മുറിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നും നടക്കണ്ട. അതെന്താ? അല്ല, വെറുതെ എന്തെങ്കിലും കണ്ട് പേടിച്ച് വല്ലതും വരുത്തുണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞതാ. കൂൾ കൂൾ. വാ ചേച്ചി, വാ പോവാം. എന്താ ചേച്ചി? എന്താ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ? മുകളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആൾക്കാരുണ്ടോ? അതിനിത് 2ാമത്തെ നിലയല്ലേ, ഇതിന്റെ മുകളിൽ എങ്ങനെ മുറി ഉണ്ടാവാനാ? പിന്നെ ഈ ശബ്ദങ്ങളൊക്കെ എന്ത് ശബ്ദം? അപ്പൊ നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ? നീ കേട്ടോടി? ഇല്ല, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ചേച്ചി, ഇതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലാ. ആ സ്ത്രീ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഓരോന്നാലോചിച്ച് പേടിക്കുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. അകലെ ചെന്ന് കുളിച്ച് ഫ്രഷ് ആവ്, എന്നിട്ട് നമുക്ക് വെറുതെ പുറത്തേക്കൊന്ന് നടക്കാൻ ഇറങ്ങാം. അപ്പൊ തന്നെ ഈ മൂടൊക്കെ അങ്ങ് മാറും. എനിക്ക് ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോവാൻ വരെ പേടിയാവുക. അങ്ങനെയാണെങ്കിൽ ആദ്യം നീ പോയി ഫ്രഷ് ആവ്, ചേച്ചി പിന്നെ കുളിക്കട്ടെ. അല്ല, നമ്മളിവിടെ എത്തിയ വിവരം അമൃതേച്ചിയും ജീവൻ സാറിനെ ഒന്ന് വിളിച്ചു പറയണ്ടേ?
ഞാൻ വിളിച്ചു പറയാം. ആ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ആ. ശ്ശെ, ഇതെന്താ റേഞ്ച് കിട്ടാത്ത? ആ ഇപ്പൊ മനസ്സിലായില്ലേ, ഈ ഭൂതപ്രേതാദികളൊക്കെ ഉള്ള സ്ഥലത്തൊന്നും റേഞ്ച് കാണില്ല. ആ അതുമല്ല, ഇതൊരു പുതിയ അറിവാണല്ലോ. ഈ ചേച്ചിയുടെ ഒരു കാര്യം, അയ്യോ, അപ്പുറത്തോ ഇപ്പുറത്തോ മാറി നിന്ന റേഞ്ച് കിട്ടും. ഞാൻ പോയി റേഞ്ച് കിട്ടുന്ന സ്ഥലം തപ്പി പിടിച്ച് അമൃതേച്ചിയും ജീവൻ സാറിനെ വിളിച്ചിട്ട് വരാം. അയ്യോ, നിക്ക്. അപ്പൊ ഞാനിവിടെ തനിച്ചിരിക്കാനോ? അതിന് ചേച്ചി ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ബാത്റൂമിന്റെ അകത്ത് ആതിരയില്ലേ. അതിനവള് ബാത്റൂമിന്റെ അകത്തല്ലേ? ഹോ, ഇത് വലിയ കഷ്ടമായല്ലോ. എന്നാ പിന്നെ ചേച്ചി എന്റെ കൂടെ വാ. നമ്മൾ രണ്ടുപേരും കൂടെ പോയാ പിന്നെ ആതിര ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അതിനവൾക്ക് ചേച്ചിയെ പോലെ പേടിയൊന്നുമില്ലല്ലോ. അവൾ ഒറ്റയ്ക്കൊന്ന് കുളിച്ചോളൂ. വേണ്ട, ഈ വീടിനകത്തെ നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്നാ മതി. അതിനൊരു മാറ്റവും വേണ്ട. ഈ ചേച്ചിയെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇല്ലെങ്കിലേ ഞാൻ ഇപ്പൊ അമൃതേച്ചിയെ വിളിച്ച് പറഞ്ഞ് ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യിക്കും. ഹോ, ഈ അഖിലേച്ചി എന്തിനാ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അമൃതേച്ചിയുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്നേ? അമൃതേച്ചിയെ വിളിച്ചു പറഞ്ഞ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യിപ്പിക്കാനാണെങ്കിലും റേഞ്ച് വേണമല്ലോ. എനിക്ക് എന്തായാലും ഫോൺ ചെയ്തേ പറ്റൂ. ചേച്ചി എന്റെ കൂടെ വരുന്നെങ്കി വാ. എടി, ശ്ശോ, ദൈവമേ. ആരാധി? ശ്ശോ, ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. ആ ഹലോ മോളെ, അവിടെ എത്തിയോ? ആ കുറച്ചുമ്പ് വിളിച്ചപ്പോ ഔട്ട് ഓഫ് റീച്ച് എന്നാണല്ലോ പറഞ്ഞേ. ഞങ്ങൾ എത്തിയിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി കാണും അമൃതേച്ചി. ഈ വീട്ടിനകത്ത് നെറ്റ്വർക്ക് കുറവാ. നിങ്ങൾ എത്തിയിട്ട് ജീവൻ സാറിനെ വിളിച്ചോ? ഇല്ല, ആദ്യം വിളിക്കുന്നത് ചേച്ചിയാ. ആ ജീവൻ സാറിനെ വിളിച്ച് ഇന്ന് തന്നെ ട്രെയിനിങ് തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ വരാൻ പിന്നെയും വൈകും. ഞായറാഴ്ചത്തെ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യത്തില് ഒരു കോംപ്രമൈസിന് ഞങ്ങൾ നിൽക്കില്ല. ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ചെത്തും. ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തുകയും ചെയ്യും. പിന്നെ അമൃതേച്ചി, ഇവിടെ ഒരു തമാശ നടന്നു. എന്താ? ഞങ്ങൾ താമസിക്കുന്ന ഈ ഹോം സ്റ്റേയില് പ്രേതബാധ ഉണ്ടെന്നും പറഞ്ഞ് അഖിലേച്ചി പേടിച്ചിരിക്കുവാ. അല്ലെങ്കിൽ അവക്ക് കുഞ്ഞിലെ തൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാ. വന്ന് കേറിയ സമയം മുതല് കക്ഷി നല്ല പേടിയില്ല. പേടി കാരണം ബാത്റൂമിൽ പോലും പോയിട്ടില്ല. ഭൂതവും പ്രേതവും ഒക്കെ നമ്മൾ മനുഷ്യരുടെ മനസ്സിൽ തന്നെയെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലാതെ വെള്ള സാരി ഉടുത്ത് ഒരാത്മാവും നടക്കാറില്ല. ഇതൊക്കെ ആരോട് പറയാൻ എന്റെ അമൃതേച്ചി? ആ പറ്റുമെങ്കിലേ ഈ 3 ദിവസം കൊണ്ട് അവളുടെ പ്രേത പേടി നിങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ നോക്കിയരെ. ഉറപ്പായി, അത് നല്ല ഐഡിയ. ഈ വീട്ടില് പ്രേതമില്ലെന്ന് ഞങ്ങള് തെളിയിക്കും. ശരി ചേച്ചി, ഞാൻ വിളിച്ചോളാം. ആ ദേ, മുറുക്കി പുറത്തിറങ്ങി അധികം നടക്കണ്ടെന്ന് ആ ചേച്ചി നമ്മളോട് പറഞ്ഞതാ. നീ ആ ജീവൻ സാറിനെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ആ എന്നിട്ടേ നമ്മൾ എത്തിയെന്ന് പറ. അതെ, നമുക്ക് തിരിച്ചു മുറിയിലേക്ക് പോവാം. ശരി. എടുക്കുന്നില്ലല്ലോ. ദേ, ഫോൺ കട്ട് ചെയ്തോളൂ, ഞാനിങ്ങെത്തി. അപ്പോ ഇതാണ് ആരാധ്യയും ആതിരയും. 2 സുന്ദരികളാണല്ലോ. ഹായ് ഗേൾസ്, ഐ ആം ജീവൻ തോമസ്. ഹായ്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ അല്പം ലേറ്റായി പോയി, സോറി. നമസ്കാരം സർ, ഞാൻ ആരാധ്യ. ഇത് എനിക്കറിയാം.
സാർ അല്പം വൈകിയെങ്കിലും സാരമില്ല. നമുക്ക് ഇന്ന് തന്നെ ട്രെയിനിങ് തുടങ്ങാൻ പറ്റിയത് നല്ലതായിരുന്നു. ഞങ്ങൾക്ക് സൺഡേ വീട്ടിലെത്തിയിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. സൺഡേ ആവുമ്പോ നീ എത്താൻ പോകുന്നത് എവിടെയാണെന്ന് കണ്ടു തന്നെ അറിയണം മോളെ. എന്താ സർ, ഇന്ന് തന്നെ ട്രെയിനിങ് തുടങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നത്തിങ്. വി വിൽ സ്റ്റാർട്ട് ടുഡേ ഇറ്റ്സെൽഫ്. താങ്ക് യു സർ. ആക്ച്വലി ഞങ്ങൾ വന്നിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, ഷുവർ. നിങ്ങളാണോ വിളിച്ച് റൂം ബുക്ക് ചെയ്ത ജീവൻ സാറ്? അതെ. വരണം. നിങ്ങളുടെ മുറി ദാ അതാ, ആ ഇടനായിട അങ്ങേയറ്റത്തെ മുറി. ഓക്കെ, താങ്ക് യു. അല്ല ചേച്ചി, ആ മുറി അവിടെ അല്ലേ പ്രേതമുള്ളത്? എന്റെ കൊച്ചേ, ഇവിടെ ആകെ 2 മുറിയല്ലേ ഉള്ളൂ. ഒന്നില് നിങ്ങള്. ഇനി വേറെ മുറി ഉണ്ടാക്കാൻ ഞാൻ എവിടെ പോവാനാ? എടേ, ആ പ്രേതങ്ങളുള്ള റൂമിലോട്ടാ ജീവൻ സാർ കയറി പോയിരിക്കുന്നത്. ജീവൻ സാർ അഖിലേച്ചി പോലെ അല്ല, വലിയ റാങ്കിലിരുന്ന് റിട്ടയർ ആയ പോലീസ് ഓഫീസറാ. ദേ ആരാധി, ഇത് കുഞ്ഞുങ്ങളെയല്ല. പ്രേതങ്ങൾക്ക് അങ്ങനെ പോലീസിനെയും പട്ടാളത്തിനും ഒന്നും പേടിയില്ല. ദേ, ജീവൻ സാറിന്റെ ജീവൻ അപകടത്തിലാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ ഈശ്വര, അമൃതേച്ചി പറഞ്ഞ പോലെ അഖിലേച്ചിയുടെ പേടിയ അന്ധവിശ്വാസവും എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ പറ്റൂ. ഈശ്വര, ഈ ഇടനൊഴിയൊക്കെ കണ്ടിട്ട് ഒരുമാതിരി ഉണ്ടല്ലേ. ദൈവമേ, ഇതെന്താ ഒരു കരകര ശബ്ദം? എന്നെ കരയിപ്പിക്കല്ലേ ഈശ്വര. അമ്മേ, അയ്യോ. അയ്യോ, ഇതായിരുന്നു. അയ്യോ, പ്രതിമയായിരുന്നു. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും പിന്നെ കിരീടിയും. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, പിന്നെ കിരീടിയും. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, പിന്നെ കിരീടിയും. എന്നാലും സാറ് വന്ന് കേറിയപ്പോ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ, ഇനി ട്രെയിനിങ് തുടങ്ങുമ്പോ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാലോ. സമയമല്ലേ കിടക്കുന്നേ. ഇനി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ദേ, അവള് പറഞ്ഞ കാര്യത്തിലേ എനിക്ക് നല്ല സംശയമുണ്ട്. എന്ത് കാര്യത്തില്? സാറിനെ പരിചയപ്പെടുന്ന കാര്യത്തിലോ? അതെ, അയാൾ കയറി പോയിരിക്കുന്നതേ ആ പ്രേതങ്ങളുള്ള മുറിയിലോട്ടാ. ഇനി നമുക്ക് കാണാൻ കിട്ടുന്നതേ മിക്കവാറും അയാളുടെ പല്ലും നഖവും മുടിയൊക്കെ മാത്രമായിരിക്കും. ഒന്ന് പോ എന്റെ ചേച്ചി, ഞാൻ എന്തായാലും ചെന്ന് സാറിനൊന്ന് കണ്ടിട്ട് വരാം. ഇല്ലെങ്കിൽ അത് മോശമല്ലേ? നിനക്കെന്താ അതിരി കാര്യം പറഞ്ഞ മനസ്സിലാവാത്തെ? ആ മുറിയിൽ പ്രേതമുണ്ട്. അവിടെ ആ കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്തത്. അവര് പലരെയും ആ പൊന്നമ്മൾ ചേച്ചി ഇപ്പോഴും ഇവിടെ കാണാറുണ്ടെന്ന് നമ്മളോട് തുറന്നു പറഞ്ഞതല്ലേ. അങ്ങോട്ട് തന്നെ നിനക്ക് കയറി ചെല്ലണം. എന്റെ ചേച്ചി ഒന്ന് മതിയാക്ക്.
ഇത് പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. പേടിയാണെങ്കിൽ ചേച്ചി വരണ്ട, ഇവിടെ തന്നെ ഇരുന്നു. ഞാൻ പോയി സാറിനെ കണ്ടിട്ട് 5 മിനിറ്റിൽ വരാം. അയ്യോ, ദേ, ആതിര ഒന്ന് നിക്ക്. ദേ, എന്റെ സംരക്ഷണത്തിലാ അമൃതേച്ചി നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് അയച്ചിരിക്കുന്നേ. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഞാൻ അമൃതേച്ചിയോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അതോടെ തീരും ട്രെയിനിങ്ങും ക്യാമ്പും എല്ലാം. ദേ, ഈ നിമിഷം ഞാൻ 2 എണ്ണത്തിനെയും വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങുന്ന കാണണോ? ഹോ, എന്താ ഇവിടെ വാക്കേറ്റവും ബഹളോ? ഒന്നും പറയണ്ട. അഖിലേച്ചിയുടെ പേടി കാരണം ഒരു രക്ഷയില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്താ ഇത് അഖിലേച്ചി? എന്ത് പറഞ്ഞാലും എല്ലാം മതിയാക്കി വിളിച്ചോണ്ട് വീട്ടിൽ പോകുന്ന ഭീഷണി. പ്രേതങ്ങള് പിന്നെ ഓക്കെയാ, ഈ അഖിലേച്ചി സഹിക്കാനാ പാട്. ദേ, നിങ്ങളുടെ കാര്യത്തിലെ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ആവശ്യമില്ലാത്ത അപകടമൊന്നും വരുത്തി വെക്കാതിരിക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്ത് അപകടം സംഭവിക്കുമെന്നാ അഖിലേച്ചി പറയുന്നേ? എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് മനസ്സിലാവുന്ന ലോജിക്കിലേ ഒതുങ്ങണമെന്നില്ല. നമുക്കൊക്കെ ആലോചിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. തൽക്കാലം ആ ടോപ്പിക്ക് വിട്. അല്ല, അഖിലേച്ചി കുളിക്കുന്നില്ലേ? എനിക്ക് പേടിയാ. ഞങ്ങൾ എവിടെയും പോയില്ല, ഇവിടെ തന്നെ കൂട്ടിരിക്കാം. വാ, വന്ന് കുളിച്ചേ. ഉറപ്പാണേ? ഉറപ്പ്. ചെല്ല് ചെല്ല്. ദേ, ഞാൻ വാതിൽ കുറ്റിയിടുന്നില്ല കേട്ടോ. ഓ ശരി, പോ പോ. അഖിലേച്ചി ഇങ്ങനെ തുടങ്ങിയ 3 ദിവസം നമ്മൾ എന്ത് ചെയ്യും? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അമൃതേച്ചിയുടെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവോ? അഖിലേച്ചിയുടെ പ്രേത പേടി മാറ്റിയെടുത്തേ പറ്റൂ. പക്ഷെ എങ്ങനെ? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്നാണല്ലോ. എന്നുവെച്ചാ പ്രേതപ്പേടി പ്രേതത്തിനെ കൊണ്ട് തന്നെ നമ്മൾ മാറ്റണം. ഹാ, ബെസ്റ്റ്. അപ്പൊ പ്രേതം ഉണ്ടെന്നാണോ നീയും പറയുന്നത്? ഉണ്ടല്ലോ ഉണ്ടല്ലോന്ന്. പക്ഷേ ആ പ്രേതം നീയാണെന്നേ ഉള്ളൂ. ഞാനോ? യെസ്, നീ പ്രേതാവുന്നു. എന്നിട്ട് അഖിലേച്ചിയെ നമ്മൾ നന്നായിട്ടൊന്ന് പേടിപ്പിക്കുന്നു. എന്നിട്ട് ആ കണ്ട് പേടിച്ചതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണെന്ന് അറിയുമ്പോ അഖിലേച്ചിയുടെ പേടി താനെ പമ്പ കിടക്കും. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ ഇരുട്ടുന്ന സമയത്ത് നീ നൈസായിട്ട് ഇവിടെ നിന്നും മാറി ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് പരത്തി ഇങ്ങനെ വരണം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചോളാം. പാവ അഖിലേച്ചി വല്ലാണ്ട് പേടിക്കും, ഉറപ്പായിട്ടും. പക്ഷെ അത് കഴിഞ്ഞാ പിന്നെ ഒരു കാലത്തും ഈ പ്രേത പേടി ചേച്ചി അലട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. അല്ല, ഇനി ഇതെല്ലാം കൂടി അമൃതേച്ചി വിളിച്ച് പറഞ്ഞിട്ട് ചേച്ചി നമ്മളെ കൊല്ലാൻ നിക്കോന്ന എന്റെ പേടി. നോ, നെവർ. എങ്ങനെയെങ്കിലും അഖിലേച്ചിയുടെ പേടിയൊന്ന് മാറ്റിയെടുക്കാൻ അമൃതേച്ചി തന്നെയാ എന്നോട് പറഞ്ഞത്. എന്നാ പിന്നെ ഇനി ഒന്നും ചിന്തിക്കാനില്ല. അങ്ങനെ അഖിലേച്ചി ഇന്ന് രാത്രി ലൈവായി പ്രേതത്തിനെ കാണാൻ പോകുന്നു. ഡൺ ഡൺ. ഈ പുരുഷോത്തമൻ എന്താ വിളിക്കാത്തത്? ഇനിയിപ്പോ അവളുമാര് വരാതിരിക്കോ? നമുക്കൊരല്പം കൂടി നോക്കാം. 2 പാർട്ടികളും ഇപ്പോ പൊന്മുടിയിൽ എത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത. പുരുഷോത്തമനാ? ഹലോ, എന്തായി പുരുഷോത്തമ കാര്യങ്ങള്? ഈ വീടിനെന്തോ പ്രശ്നമുണ്ട് മാഡം. വന്ന് കയറിയപ്പോ മുതൽ ഒരു DTS ഹൊറർ എഫക്റ്റ്. എന്തായാലും എന്താ? ഏത് മാടനും മറതയും വന്നാലും ആവാഹിച്ച് തളയ്ക്കാനുള്ളത്ര ചരടുകള് തന്റെ ദേഹത്ത് തന്നെ ഉണ്ടല്ലോ പുരുഷോത്തമ. അതൊക്കെ ഉണ്ട് മാഡം. പക്ഷെ ഈശ്വര വിശ്വാസമില്ലാത്ത പ്രേതകൾക്ക് ഈ ചരടിനെ ഏലസിനെ ഒന്നും ഒരു പേടി ഉണ്ടാവില്ല മാഡം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. താൻ ചുമ്മാ പിള്ളേര് കളിക്കാതെ പ്രേതങ്ങളുടെ കാര്യം വിട്. അവിടെ ജീവനോടെ 2 എണ്ണം ഉണ്ടല്ലോ, അവരുടെ കാര്യം എന്തായെന്ന് പറ. പ്രേതങ്ങൾ അങ്ങനെ വെറുതെ വിട്ടാല് അവരെന്നെ വെറുതെ വിടൂല മാഡം. താൻ എന്റെ വായിലിരിക്കുന്നത് വല്ലതും കേൾക്കും. അവളുമാര് 2 പേരും ഇവിടെ എത്തിയിട്ടുണ്ട് മാഡം. ഗുഡ്. എങ്കിൽ പിന്നെ താമസിക്കണ്ട, വേഗം പണി തുടങ്ങിക്കോ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.